നന്നായിട്ട് അവരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചിലർക്ക്, ചിലർ രാത്രിയിലിരുന്ന് പഠിക്കും, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് രാത്രിയിൽ ഉറക്കം നിന്ന് പഠിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചൂടായിട്ടൊക്കെ വെള്ളം കൊടുക്കാം. ചെറിയ കട്ടൻ കാപ്പിയൊക്കെ കൊടുക്കണം, കുറച്ചൊക്കെ കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ വെളുപ്പിനെ എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ആ ഒരു വെളുപ്പിനെ നിങ്ങൾ എഴുന്നേറ്റ് കുട്ടികൾക്കൊപ്പം ഇരിക്കാൻ കുറച്ച് നേരമെങ്കിലും സമയം കണ്ടെത്തുക. മുതിർന്നവരുണ്ടെങ്കിൽ, ഇത്തിരി പ്രായമുള്ളവർക്ക് ഈ സീരിയൽ എന്നുള്ളതൊരു ഭയങ്കര ഹോബിയുടെ അങ്ങേയറ്റമാണ്. അപ്പോൾ അവർക്ക് ഇതില്ലാതൊരു ജീവിതമില്ല. അപ്പം നമ്മൾ അവരോട് പറയേണ്ടത് പിള്ളേർക്ക് പരീക്ഷയാണെന്ന് പറഞ്ഞാലൊന്നും അവരംഗീകരിക്കില്ല. അവരപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കും ചിന്തിച്ച് കൂട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെല്ലാം കൂടെ പിടിച്ച് ഒരു റൂമിൽ കൊണ്ട് അടച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്, കുട്ടികളുടെ. ഈ പ്രായം ചെന്നവരെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടമായിട്ടിരിക്കുകയാണ്. അവർക്കിനിയും ഭാവിയെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും കുട്ടികളുടെ ജീവിതത്തിനാണ്. അവർക്ക് അറിവെത്തുന്നിടം വരെ സ്വന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു പ്രായം വരെ നമ്മൾ പറഞ്ഞു കൊടുത്തേ മതിയാവും. എപ്പോഴും ചെന്നിരുന്ന് പഠിക്കടാ എന്ന് പറഞ്ഞാൽ അവർ പഠിക്കുകയൊന്നുമില്ല. അവർക്ക് ഒരു ടൈമുണ്ട്, അവർക്കൊരു തോന്നലുണ്ടാകണം. അപ്പോൾ അതിന് നമ്മൾ പറയണം. അത് എപ്പോഴും പറയേണ്ട കാര്യമില്ല. ഇന്ന സമയം നിനക്ക് എപ്പോഴാണ് പഠിക്കാൻ താല്പര്യം, അപ്പം പറയാം എനിക്ക് ഇന്ന സമയം. അപ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾ പറയാം, പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം. അങ്ങനെ എടുത്ത് പഠിപ്പിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അതിൻ്റെ ഒപ്പം വേറെ എന്തെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു കയറിയാൽ നമുക്ക് ഇതിനോടുള്ള ശ്രദ്ധ കുറയും, ഇല്ലേ? കളിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ കൂടുതലായിട്ടും ചിന്തിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ ആ കളിയെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. വീട്ടുകാർ കളിക്കാൻ വിടില്ല, പഠിച്ചേ മതിയാവും, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചേ പറ്റൂ എന്നുള്ള ചിന്ത കുട്ടികളുടെ മനസ്സിൽ ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് പഠിക്കാൻ തോന്നുകയുള്ളൂ. അല്ലാതെ ആരെന്ത് പറഞ്ഞാലും കുട്ടികളുടെ മനസ്സത് അംഗീകരിക്കില്ല. അപ്പം നമ്മൾ എന്തായാലും ഇനി 2 മാസം സുഖമായിട്ട് കളിക്കുക. അതിനു മുമ്പ് പരീക്ഷയെ നേരിട്ടേ പറ്റുള്ളൂ. പരീക്ഷയെ നേരിടുന്ന ഇന്ന് ഒരു മത്സര പരീക്ഷയെ നേരിടുന്നെങ്കിൽ നാളെ ജീവിതത്തിൽ പല പരീക്ഷകളും നേരിടേണ്ടവരാണ് ഓരോ കുട്ടികളും, അല്ലേ? അപ്പം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. 2 മാസം കളിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്, അപ്പോൾ നിങ്ങൾ കളിച്ചു. പക്ഷേ ഇപ്പോൾ പഠിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് എപ്പോഴാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അവർക്കൊപ്പം കുറച്ച് സമയം ചിലവഴിച്ചേ പറ്റുള്ളൂ. അതിന് ഒരു മാറ്റമില്ല. കാരണം ലാസ്റ്റ് പരീക്ഷയുടെ മാർക്ക് വന്നു കഴിയുമ്പോൾ എല്ലാ കുറ്റവും കൂടെ കുട്ടികളുടെ തലയിൽ കൊണ്ടിട്ടാൽ അത് ശരിയാവില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കുക തന്നെ വേണം. ഇന്നലെ ഞങ്ങൾ തിരുവാതിരയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് പോയപ്പം, പ്രാക്ടീസ് നടത്തുന്നത് പോയപ്പം, അവിടെ കഴിഞ്ഞ വർഷമൊക്കെ ഉള്ള ഒരമ്മ ഇപ്രാവശ്യം ഇല്ല. അമ്മ എന്ന് ഞാൻ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പം അവരില്ലാഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അവരില്ലല്ലോ എന്ത് പറഞ്ഞു? അവരുടെ മകൻ്റെ പരീക്ഷയാണ്, 10ലാണ്, അതുകൊണ്ട് അത് നല്ല കാര്യമാണ്, അതൊരു നല്ല തീരുമാനമാണ്. കാരണം വീട്ടിലുള്ളവരാരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാനില്ലെങ്കിൽ കുട്ടികൾക്ക് ആ സമയം മറ്റെന്തിനേക്കും എങ്കിലും തിരിഞ്ഞു പോകാനുള്ള മനസ്സ് തോന്നും, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളത്ര കോൺസെൻട്രേഷനൊക്കെ ഉള്ള കുട്ടികളായിരിക്കണം, പഠിത്തമേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കണം. നമുക്കിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഒരിടവേള കൊടുക്കാം. നിങ്ങളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നൊക്കെ ചെയ്യുമ്പം അവർക്കും രസമാണ്. പിന്നെയും അതിന് പഠിക്കണം. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പരീക്ഷയ്ക്ക്. നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പറയും ഇത്ര ദിവസം എന്നുള്ളത് എന്നും ബോർഡിൽ എഴുതിയിടും പരീക്ഷയ്ക്ക്. അപ്പം ആ ഒരു ഓർമ്മ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞ് എല്ലാം എഴുതി കഴിഞ്ഞിട്ടൊന്ന് അയ്യോ പഠിക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്നു. ആ ഒരു ചിന്ത കുട്ടികൾക്ക് കൊടുക്കണം. പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് അയ്യോ ഞാൻ പഠിച്ചത് വന്നില്ല, അല്ലെങ്കിൽ ഇന്നതൊക്കെ എഴുതിയുള്ളൂ, പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നൊന്നും നീ പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമില്ല.
അതുകൊണ്ട് ഇപ്പോൾ പഠിച്ചേ പറ്റുള്ളൂ എന്നും പിള്ളേർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അവർക്കൊപ്പം ഇരുന്ന് നമ്മളും വായിക്കുകയോ പഠിക്കുകയോ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുക. നമുക്കും അതിൽ നല്ലതേ കിട്ടുള്ളൂ. നമ്മുടെ എല്ലാ തിരക്കുകളും ഈ ഒരു സമയത്ത് മാറ്റി വയ്ക്കുക. പ്രത്യേകിച്ചും 10, +1, +2 ഒക്കെ. പിന്നീട് അങ്ങോട്ട് ഡിഗ്രി ലെവലെത്തുമ്പോഴത്തേക്കും കൂടെ പോയി ഇരുന്ന് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രധാനമായിട്ടും 10ാം ക്ലാസ്സാണ്. പിന്നെ +2-ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കുട്ടികളുടെ ഒരു ചിന്താഗതി മാറിക്കൊണ്ടിരിക്കും. 10ഉം +1ഉം +2 ഒക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഡിഗ്രിയൊക്കെ ആകുമ്പോഴത്തേക്കും അവരവർ ഇഷ്ടം പോലെ പഠിക്കട്ടെ. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാലയളവെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് നിർബന്ധമായും കുട്ടികൾ പഠിക്കണമെന്ന് തീരുമാനിച്ചു വച്ചിരിക്കുന്നത്? എഴുത്തും വായന അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. കറക്റ്റായിട്ട് എഴുതാനും കറക്റ്റായി വായിക്കാനും അറിയാത്ത 10ാം ക്ലാസ്സിൽ ഒരു A+ എങ്കിലും കിട്ടിയിട്ടുള്ള കുട്ടികളുണ്ട്. ആ രീതിയിൽ എഴുതാനും വായിക്കാനും കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷെ ഒരു A+ കാണും അവർക്ക് 10ൽ. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. എവിടെയാണ് ആ കുട്ടികൾക്കൊക്കെ പിഴച്ചു പോയത്? ആർക്കാണ് അവിടെ തെറ്റ് പറ്റിപ്പോയത്? എന്തുകൊണ്ട് അവരങ്ങനെ ആയിപ്പോയി? അവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. പിന്നീട് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഈ എഴുതാനും വായിക്കാനുള്ള ബുദ്ധിമുട്ട്, നമ്മളെന്തെങ്കിലും ഒരു അപേക്ഷയായാലും എഴുതി അതിൽ മൊത്തം തെറ്റാണെങ്കിൽ ആരാണ് അവിടെ? അല്ലെങ്കിൽ ഒന്ന് അപേക്ഷ എഴുതാൻ പറഞ്ഞാൽ ഈ എഴുത്തും വായനയും കറക്റ്റായിട്ട് അറിയാത്ത കുട്ടികൾ എന്തെഴുതി വയ്ക്കും? ഇതൊക്കെയാണ് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് പ്രാഥമിക വിദ്യാഭ്യാസ സമയത്ത് നമ്മൾ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് കറക്റ്റായ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക. പരീക്ഷയാണ്, ആ ഒരു ബോധം രക്ഷിതാക്കൾക്കും വേണം, കുട്ടികൾക്കും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവരുടെ ഭാവി ശോഭനമായി മാറുകയുള്ളൂ. പിന്നെ സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറയുക. എല്ലാ വിഷയവും നന്നായിട്ട് ശ്രദ്ധിക്കുക. പോയിൻറ്റ്സുകൾ എപ്പോഴും എഴുതി സൂക്ഷിക്കുക. മറന്നു പോകുന്നത് എഴുതി വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്ക് മനസ്സിൽ ഓർത്ത് അത് ശരിയാണോ എന്ന് ബുക്കിൽ ചെന്ന് നോക്കണം. നമ്മൾ ഓർത്തെടുത്തത് ശരിയാണോ നോക്കണം. മൊത്തത്തിൽ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. വലിയ വലിയ വിഷയങ്ങളൊന്നും ആയില്ലെങ്കിലും ഒത്തിരി ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കാനൊന്നുമില്ല. എങ്കിലും പറയണം, മൊത്തത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്താണ് സെലക്ട് ചെയ്ത് പഠിക്കുക. പ്രാധാന്യമുള്ള കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിൽ കരുതി പഠിക്കുക. പിന്നീട് എന്ന് പറഞ്ഞാൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ മാക്സിമം കിട്ടാവുന്നത് കൊണ്ടുവരിക. അതിലേക്ക് ആ ക്വസ്റ്റ്യൻസൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ വീണ്ടും ആവർത്തിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. മാത്സിൻ്റെ ഇക്വേഷൻസൊക്കെ കറക്റ്റായിട്ട് മനസ്സിൽ വയ്ക്കുക. കാരണം ഒരു ഇക്വേഷന് 1 or 2 മാർക്കൊക്കെ കിട്ടുന്ന കണക്കുകളൊക്കെ ഉണ്ട്. കണക്കുകൾ ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റെപ്പായിട്ട് വഴി എഴുതിയിട്ട് കണക്ക് ചെയ്യുക എന്ന് നമ്മൾ പണ്ട് പറയുന്ന കേട്ടിട്ടില്ലേ? വഴി എഴുതുക എന്നത്. അതേപോലെ തന്നെ ഓരോ സ്റ്റെപ്പിനും സ്റ്റെപ്പായിട്ട് എഴുതുക. എഴുതിയിട്ട് അതിന് ആണ് മാർക്ക്. പിന്നെ നമ്മൾ മാർജിനിൽ, ഓപ്പോസിറ്റ് മാർജിനിൽ നമ്മൾ കണക്ക് ചെയ്യുമല്ലോ, ആ കണക്കൊക്കെ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്ത് പോവുക. അതിനൊക്കെ മാർക്ക് കിട്ടുന്നതാണ്. പിന്നെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതുക. ഓറിട്ട് വരുന്നതിൽ എഴുതണമെന്നില്ല. ഒന്നിൽ അത് അല്ലെങ്കിൽ ഇത് എഴുതണമെന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിനും ആൻസർ ചെയ്യണമെന്നില്ല. എത്ര ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണോ ആവശ്യപ്പെടുന്നത് അത്രയും ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. അപ്പം നമുക്കറിയാവുന്നത് ആദ്യം എഴുതണം. ലാസ്റ്റ് വന്നിട്ട് നമുക്ക് ഒട്ടും അറിയത്തില്ലെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും, അതൊരു സെൻറ്റൻസ് ആയിട്ടെങ്കിലും എഴുതി വയ്ക്കുക. കാരണമെന്ന് പറയുന്നത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ എന്താണ് അസാധുവാക്കപ്പെടും. അപ്പോൾ എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ നമ്പർ എഴുതിയാൽ പോലും ഇത്ര മാർക്ക് അങ്ങനെ എഴുതിയ കുട്ടിക്ക് കൊടുക്കാൻ പറ്റും, ഓർഡർ വരും. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആ നമ്പർ എങ്കിലും എഴുതാൻ നോക്കുക. നമ്മൾ മാക്സിമം സമയമുള്ളത്രയും നോക്കുക. മലയാളത്തെ സംബന്ധിച്ച് കവിത അല്ലെങ്കിൽ കഥ അത് എഴുതിയത് ആരാണ്, അത് ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നൊക്കെ ഓർക്കുക. പിന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ ഗ്രാമർ, തനിയൊക്കെ എഴുതുന്നവരാണെങ്കിലും പോലും ഗ്രാമർ മിസ്റ്റേക്ക് വരുത്താതിരിക്കുക. ഈ സമാസമൊക്കെ എവിടേക്കാണോ ചേർക്കേണ്ടത് അതൊക്കെ കറക്റ്റായിട്ട് ചേർക്കുക.
തനിയെ എഴുതാനുള്ളതൊക്കെയാണ്. അപ്പം നമ്മളത് കുറച്ചൊക്കെ ഓരോ വാക്കിൻ്റെയും മീനിങ് പഠിച്ചൊക്കെ വെക്കുക. അപ്പോൾ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദിയും അതുപോലെ തന്നെയാണ്, നമ്മളൊരു ഭാഷയാണ്. അപ്പോൾ അതിൽ എന്താണ് ഇങ്ങനെ ഭാഷകളുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഇത് മൂന്നെണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. സംസ്കൃതമായിട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അക്ഷരത്തെറ്റ് വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഇതിൽ ഓരോ കഥയായാലും കവിതയായാലും ഇത് ആര് എഴുതിയിട്ടുണ്ട്, ഇത് ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, അതിന് എന്തിനെക്കുറിച്ചാണ് ഈ കഥയിൽ അല്ലെങ്കിൽ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് പ്രധാനമായിട്ടും ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഭാഷയെ സംബന്ധിച്ച് നോക്കേണ്ടതാണ്. മാത്സിനാണെങ്കിൽ ഇക്വേഷൻസ്, അപ്പം അത് ശ്രദ്ധിക്കുക. വഴി എഴുതി സ്റ്റെപ്പായിട്ട് എഴുതി പഠിക്കാൻ ശ്രദ്ധിക്കുക. എഴുതുമ്പോഴും അതുപോലെ പോവാം. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതിൽ ഫിസിക്സിനെ സംബന്ധിച്ചും കെമിസ്ട്രിയെ സംബന്ധിച്ചും ഷോർട്ടായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസറുകളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമവാക്യങ്ങൾ അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പം ഓരോ തിയറീസ് മീൻസ് ഇപ്പോൾ ഓരോ എന്താ പറയുക, ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ, അതെന്താണ് ആ കണ്ടുപിടുത്തം, അതിനൊരു എന്താണ് ഒരു സെൻറ്റൻസായിട്ടൊക്കെ ചിലപ്പോൾ ഒറ്റൊരു സെൻറ്റൻസിലായിരിക്കും അത് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആറ്റം, ന്യൂക്ലിയസ്, അങ്ങനെയൊക്കെ ഉള്ള എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ചെറിയതേ ഉള്ളൂ, പക്ഷേ ഇച്ചിരി കോനസ്റ്റ് രീതിയിലാണ് പറയുന്നതെങ്കിലും അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. അതിലൊന്നും ഒരു തെറ്റും വരാൻ പാടില്ല. ആ തെറ്റായി വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ തെറ്റായിപ്പോവും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിക്കുക. കെമിസ്ട്രിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലകങ്ങളുടെ എന്താണ് രസസൂത്രങ്ങൾ ഒക്കെയല്ലേ, അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് വയ്ക്കുക. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. നല്ല മാർക്കോടുകൂടി നമുക്ക് പാസ്സാകാൻ പറ്റും. പിന്നീട് ബയോളജി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്